بسم الله الرحمن الرحيم لا إله إلا الله محمد رسول الله Muhammad is the messenger Allah is the refer لا إله إلا الله محمد رسول الله Muhammad is the messenger Allah is the refer لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله ഷെയ്ഖുൽ ഹദീസ് എം.കെ. ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് സുന്നി ജനലക്ഷങ്ങളുടെ ആദർശ വഴികാട്ടി, വഴിമാറി സഞ്ചരിക്കുന്നവരുടെ കണ്ണിലെ കരട്, പ്രമാണ സാങ്കേതികത്വങ്ങളുടെ വൈരുദ്ധ്യമാലകൾ തീർത്ത് ഛിദ്രത പരത്തുന്നവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സുന്നി സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തുകയും കാപാലിക കോട്ടകളിൽ വിസമ്മതത്തിന്റെ വെടിയുതിർക്കുകയും ചെയ്യുന്ന ചീഫ് കമാൻഡർ, ഏഷ്യയിലെ ഏറ്റവും വലിയ സുന്നി സാംസ്കാരിക കലാലയമായ ജാമിഅ മർക്കസു സഖാഫത്തി സുന്നിയ വൈസ് പ്രിൻസിപ്പലും ഹദീസ് വിഭാഗം തലവനും ആയിരക്കണക്കിന് യുവ പണ്ഡിതന്മാരുടെ ഗുരുവര്യരുമായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വഴിമാറി സഞ്ചരിക്കുന്നവർ എന്ന ആദർശഗാന സമാഹാരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം കോർത്തിണക്കി വീഡിയോ ക്ലിപ്പിങ്ങുകളുടെ സാങ്കേതിക സഹായത്താൽ ആവിഷ്കരിച്ച ആദർശ പഠന ഡോക്യുമെന്ററി മുജാഹിദിനെന്താ കുഴപ്പം. ആലാപനം അനസ് മണ്ണാർക്കാട്, ഹാഫിൽ ഹാരിസ് കോട്ടക്കൽ, ഹാഫിൽ ഫള്ളുർ റഹ്മാൻ തളിപ്പറമ്പ്, ശബ്ദം നജീബ് കൂളിമുട്ടം, സാങ്കേതിക സഹായം KVK ബുഖാരി പട്ടാമ്പി, അലി അക്ബർ വെട്ടത്തൂർ, അസ്ലം പയ്യോളി. വിതരണം സ്മാർട്ട് ക്രിയേഷൻസ് കോഴിക്കോട്. ഫോൺ 9447756861 9847774705. നിർമ്മാണം അബ്ദുള്ള ആക്കോട്. സംവിധാനം അഷ്റഫ് വള്ളുവമ്പ്രം, അബ്ദുർ റഷീദ് വിളയൂർ. വഴിമാറി സഞ്ചരിക്കുന്നവർ എന്ന ആദർശഗാനമെന്ന ഈ പുസ്തകം അത് ഞാൻ എഴുതാൻ കാരണം, ബിദ്അത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയാണെങ്കിൽ, അത് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കേരളവും ഒരു മിനി കാശ്മീറാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ബിദ്അത്തിനെ പ്രതികരിക്കുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ നമ്മൾ ബിദ്അത്തിനെ പണ്ഡിതന്മാരാണ് കാര്യമായി അതിനെ പ്രതികരിക്കുന്നത്. അവരുടെ കിതാബുകൾ, അവരുടെ ഭാഷകൾ, ഇതാണ് കാര്യമായി അതിനെ എതിർക്കുന്നത്. അവർ മാത്രം എതിർത്താൽ പോരാ, അവരൊപ്പം പൊതുജനങ്ങളും കൂടി പ്രസംഗത്തിലും എഴുത്തിലും പങ്കെടുക്കേണ്ടതുണ്ട്. അതുപോലെ SYSകാർ, SSFകാർ ഇവരൊക്കെ പ്രസംഗത്തിലും എഴുത്തിലും പങ്കുചേർന്നുകൊണ്ട് ശക്തമായി ബിദ്അത്തിന്റെ കക്ഷികളെ പ്രതിരോധിക്കൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇവിടെ തീവ്രവാദികൾ അധികരിച്ചു വരും. കാരണം ലോകം എവിടെ നോക്കുകയാണെങ്കിലും ആദ്യമായി ഈ തീവ്രവാദികൾ ഉണ്ടായി വരുന്നത് ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നാണ്. പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയാണ് എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പൊതുജനങ്ങളും കൂടി ഇതിൽ പങ്കുചേരാൻ, ഈ പ്രതിരോധിക്കുന്നതിൽ പങ്കുചേരാൻ എന്താണ് മാർഗമെന്ന് ഞാൻ ചിന്തിച്ചിട്ട്
ഈ സുന്നത്തി ജമാഅത്തിൻ്റെ ആശയങ്ങൾ ശരിയാണെന്നും മറുകക്ഷിയുടെ ആശയങ്ങൾ തെറ്റാണെന്നും പൊതുജനങ്ങൾക്ക് തിരിയുന്ന മനസ്സിലാകുന്ന വ്യക്തമായ ഭാഷയിൽ എഴുതിയിട്ട് അവർക്ക് പ്രസംഗിക്കാനും എഴുതാനും കഴിയുന്ന വ്യക്തമായ ഭാഷയിൽ എഴുതിയിട്ട് അത് തന്നെ ഒരു ഗാനരൂപത്തിലും കൂടി ആക്കിയിട്ട് ആശയം മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു ആസ്വാദനവും ഉണ്ടാകുന്ന രീതിയിലാക്കി ഓരോ നാട്ടിലും ആ ഗാനങ്ങൾ ക്ലാസ് എടുത്ത് ചെറുപ്പക്കാരെ പ്രാസംഗികന്മാരാക്കുകയാണെങ്കിൽ അവിടെ വിദേഹത്തിൻ്റെ കക്ഷികൾ പ്രസംഗിക്കുമ്പോൾ ഉടനെ തന്നെ ഈ സാധാരണക്കാർ അതിന് മറുപടി പ്രസംഗം നടത്തുകയാണെങ്കിൽ പിന്നീട് രണ്ടാമതോ മൂന്നാമതോ വരുമ്പോൾ മതി പണ്ഡിതന്മാർ മറുപടിക്ക് എന്ന നിലക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വിദേഹത്തിൻ്റെ കക്ഷികളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതാൻ കാരണം. ഇതിൽ ഏകദേശം 2500ഓളം കവിതകളുണ്ട്. അത് മുഴുവനും സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ശൈലിയിലാണ്. മാത്രമല്ല 44 പ്രസംഗത്തിൻ്റെ മാറ്ററും കൂടിയാണത്. അതൊരാൾ പഠിച്ചാൽ 44 പ്രസംഗത്തിൻ്റെ മാറ്റർ അവൻ്റെ കൈവശം ഉണ്ടാവും. ആ 44 പ്രസംഗം മാത്രം പഠിച്ചാൽ തന്നെ ഇന്നുള്ള മിക്ക വിദേഹത്തിൻ്റെ കക്ഷികളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അതാണ് എൻ്റെ ലക്ഷ്യം, ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അത് ഒന്നുകൂടി CD-യിലാക്കിയും കൊണ്ടും അതോടൊപ്പം ക്ലിപ്പിങ് കൂട്ടിയും കൊണ്ടും പാടിയും കൊണ്ടും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഉപകാരമാണ്. അതിനു വേണ്ടിയാണ് മർക്കസിലെ വിദ്യാർത്ഥികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ CD. അത് അവർ ശ്രമിച്ചത് തീർച്ചയായും സുന്നത്തി ജമാഅത്ത് അത് ഉപകാരം ചെയ്യുമെന്ന്, സുന്നത്തി ജമാഅത്തിനിക്ക് ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അല്ലാഹു തആല അതൊരു സാലിഹായ അമലായി അവരിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടി അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു അവരുടെയും നമ്മുടെയും സഹായിക്കുന്നവരുമൊക്കെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. കാലം പണിതുവച്ച ചരിത്രത്തിന്റെ സുവർണഭിത്തികളിൽ നിറം മങ്ങാതെ പ്രോജ്വലിച്ചു നിൽക്കുന്ന ആദർശ സൗന്ദര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. മനുഷ്യ ജീവിതത്തിന്റെ ദിലോകമോക്ഷത്തിന് പ്രപഞ്ച പരിപാലകൻ സംവിധാനിച്ച നൈതികവും നിയതവുമായ രീതിശാസ്ത്രം സംസ്കാര സമ്പന്നതയുടെയും സദാചാര നിഷ്ഠയുടെയും മൂർത്തിമൽ ഭാവമായി മാറാനും ജീവിത വിധാനത്തിനു ധർമ്മനിഷ്ഠയുടെ സാത്വിക പിൻബലം ആർജിച്ചെടുക്കാനും സൃഷ്ടാവിനാൽ സംവിധാനിച്ച ജീവൽ പദ്ധതികളാണ് അഹ്ലുസുന്നയുടെ അടിയാധാരം. ഭിന്ന സംസ്കാരത്തിന്റെയും ആശയവൈജാത്യത്തിന്റെയും നടുവിൽ ഐക്യത്തിന്റെ നവജാഗരണ വിപ്ലവം സൃഷ്ടിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. സച്ചരിതരും സന്മാർഗാവലംബികളുമായ സാത്വിക ഹൃദയങ്ങളുടെ ജീവിതത്തോടോരം പറ്റിയാണ് അഹ്ലുസുന്നയുടെ കർമ്മകാണ്ഡം വിരചിതമായത്. ലോകാനുഗ്രഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വജീവിതത്തിലൂടെ വരച്ചിട്ട നേർവഴിയുടെ സംഗീതത്തെ ഹൃദയത്തിലേറ്റിയതും ലോകം പ്രകാശപൂരിതമായതും തിരുനബിയുടെ അധ്യാപനം കൊണ്ടാണ്. ആ ധന്യജീവിതത്തെ സുഹൃതജന്മം കൊണ്ട് പിൻപറ്റിയ നക്ഷത്ര സമാനരായ സഹാബാക്കൾ ലോകത്തിലുടനീളം അഹ്ലുസുന്നയ്ക്ക് നിറം പകർന്നു. നേരായ മാർഗത്തിലേക്ക് ലോകം സഞ്ചരിച്ചു. സത്യത്തിന്റെ സുവർണപാതയിൽ ആശയദാവള്യത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം. കാലങ്ങളുടെ നാൾവഴികൾ താണ്ടിയുള്ള ആശയസഞ്ചാരത്തിന് തിളക്കവും വളർച്ചയും വർദ്ധിക്കുകയാണ്. യഥാർത്ഥ മനുഷ്യനുണ്ടായിരിക്കേണ്ട ജീവിതാധ്യായങ്ങളാണ് അഹ്ലുസുന്ന കേരള ജനതയ്ക്കും പറഞ്ഞുകൊടുത്തത്. അതുകൊണ്ട് തന്നെ കടലലകൾ താണ്ടിയെത്തിയ ആദർശ വിപ്ലവത്തെ ഐക്യത്തിന്റെ ദൃഢഭൂമിയിൽ കാലുറപ്പിച്ചു നിർത്തിയാണ് കേരളം നെഞ്ചിലേറ്റിയത്. സ്വഭാവ നൈർമല്യവും ആശയനിഷ്ഠയും ആദർശബോധവും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സഹാബാക്കളുടെ വിശുദ്ധ സാന്നിധ്യം കൊണ്ട് കേരളം സുഹൃതമാവുകയായിരുന്നു. അറബിക്കടലിൽ നിന്നും തിരമാലകളുടെ ചെറുസംഗീതം പുണർന്ന
കേരവൃക്ഷങ്ങളുടെ ഓലത്തലപ്പുകളിൽ മർമ്മര